ഹായ്, ഇന്ന് നമുക്കൊരു MG32 കംപ്ലൈൻറ്റ് നോക്കിയാലോ. യമഹ ഇതിൻ്റെ മോഡൽ ഇതാണ്, MG32. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്റർ വെച്ചിട്ട് നമ്മൾ ഓരോ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 24 മൈക്കിൻ്റെ സ്വിച്ച് ഓണായി വരുമ്പോൾ ഹമ്മിങ് ഭയങ്കര കയറി വരിക, ഭയങ്കര ഒച്ചയാണ്. ഒരു മൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ സൗണ്ട് ആയിരിക്കും, ബാലൻസ് വരുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് കയറി വരികയാണ്. ഹമ്മിങ്ങും നോയ്സും ഭയങ്കര പരപരപ്പൊക്കെ കൂടി കയറി വരികയാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട്, പിന്നെ ഇത് ആക്സ് ആണ് 25, 26, 27, 28, 29, 30, 31, 32. ഈ 4 ആക്സിലും ആക്സ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ടും തള്ളലും ഭയങ്കര കുറവാണ്, ഗെയിനും വളരെ കുറവാണ്. സാധാരണ ഈ MG32 നമ്മൾ ഇൻപുട്ട് ആക്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ആക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗെയിന് തുറക്കേണ്ട ആവശ്യമില്ല. ഗെയിന് തുറക്കാതെ തന്നെ നമ്മൾ ഈ ഫീഡർ കയറ്റുന്ന സമയത്ത് സൗണ്ട് കയറി വരേണ്ടതാണ്. അതും ഭയങ്കര ഡ്രോപ്പാണ്, വോൾട്ട് ഡ്രോപ്പാണ്. അപ്പോൾ ഇത് അഴിച്ചിട്ടുള്ളത്, ഇത് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചു വെച്ചതാണ്. പവർ സപ്ലൈ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ടൊറോട്ട ട്രാൻസ്ഫോമറാണ്. ഞാനിത് പീസീസാക്കി വെച്ച് നമ്മളിതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പല വോൾട്ടുകളും മിസ്സിങ് ആണ്. ഇതിൽ 7805 ഉണ്ട്, അതേമാതിരി 7815A ഉണ്ട്, 7915 ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് വോൾട്ടേജ് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലായിട്ടല്ല വോൾട്ടേജ് വരുന്നത്. അപ്പോൾ ഞാൻ ട്രാൻസ്ഫോമർ AC ഔട്ട് ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല, അതിന് മാക്സിമം ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രശ്നം സംഭവിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് ഈ കപ്പാസിറ്ററുകൾ സാധനങ്ങൾ ഓടി പഴക്കം ചെല്ലുമ്പോഴാണ് ഇങ്ങനത്തെ ഈ യമഹക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ അഴിച്ചുപണിയാണ്. ഇത് മൊത്തം സാധനങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നിൽക്കാനൊന്നും നിൽക്കണ്ട, കാരണം പ്രൊഫഷണൽ സൗണ്ടാണ്. അപ്പോൾ ഈ സാധനങ്ങളൊന്നും നോക്കാതെ മൊത്തം ഇതിൻ്റെ വാല്യൂവും കാര്യങ്ങളും എഴുതിയെടുക്കുക, എല്ലാതും പുതിയത് മാറ്റിയിടുക. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഈ ഇൻപുട്ടിലൊക്കെ കപ്പാസിറ്ററുകൾ വരുന്നുണ്ട്, നോൺ പോളാർ കപ്പാസിറ്ററുകൾ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ. അതിന് അടുത്ത വീഡിയോ ഇടുക. അതും ചെക്ക് ചെയ്തിട്ട് വീക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിടുക, സാധനം ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇതാരും ഇതാക്കാനല്ല, ബിഗിനേഴ്സിന് ഉദ്ദേശിച്ച് മാത്രമാണ് കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ സൗണ്ട് കാര്യങ്ങൾ വരുന്നത്, ഈ പരപരപ്പ് ഒച്ച വരുന്നത് എന്നുള്ള യമഹ മിക്സറിൽ എന്താണ് വരുന്നത് എന്നുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ സർവീസിന് വരുന്നത് മിക്സറുകളാണ്. അവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്, ബോക്സിൽ റെഡിയാക്കി വെച്ചതുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ, യമഹ മിക്സറിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓടി പഴകുമ്പോൾ ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.